കൂട്ടുകാരെ, ഞാൻ അടുത്ത വ്ളോഗുമായിട്ട് വരുവാണ്. പൊട്ടറ്റോ ക്യാരറ്റ് വെച്ചൊരു കട്ട്ലേറ്റ്. അപ്പം അതുണ്ടാക്കാം, നമുക്ക് റെഡിയായി. ഞാൻ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ മകൻ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്യുവാണ്. പിന്നെ പൊട്ടറ്റോ ഇതും കൂടെ ഞാനൊന്ന് സ്മാഷ് ചെയ്യട്ടെ. പുഴുങ്ങി വെച്ചതാണ്, എല്ലാം വെച്ചതാണ്. ഇനി ഇത് സ്മാഷ് ചെയ്തിട്ട് അപ്പോൾ ഇത്രയും കുഴച്ച് വെച്ച് അപ്പോൾ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഉണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി തൈര് ഒഴിക്കാം. ഇത്തിരി തൈര്, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇതിൻ്റെ കൂടെ അരിപ്പൊടി, ഒരു ക്രിസ്പി വരാൻ വേണ്ടിയിട്ട് കുറച്ച് റവ ചേർക്കുവാണ്. കുറച്ച് കുരുമുളക്, കുറച്ച് ഗരം മസാല, നമുക്കിത്തിരി ചാറ്റ് മസാല, കുറച്ച് ചാറ്റ് മസാല. നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് കായം ഇടാം. ഇത് ഓർഗാനോ അതുകൂടെ ഇടാവേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചാട്ട് മസാല ഇതെല്ലാം കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. നല്ലൊരു ടേസ്റ്റാണ്. ഓർഗാനോ, കായു എല്ലാം കൂടെ ഇട്ട് നമുക്കിനി നമുക്കിതങ്ങോട്ട് നല്ലപോലെ കുഴയ്ക്കാവേ. ഞാൻ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈ കഴുകിയിട്ട് ഇതങ്ങ് മാറ്റി വെക്കുക. കുഴയ്ക്കണമെങ്കിൽ നമ്മൾ നല്ലോണം കുഴയ്ക്കണം. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ഞാൻ ഉണ്ടാക്കുവാണ്. നേരത്തെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഞാനിങ്ങനെ ചാറ്റ് മസാല ഒന്നും ഇടാതാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇച്ചിരി തൈര് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയാണ്. അത് നല്ലതാണ്. അതും കൂടെ ഇതാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും വരും. ഇതെല്ലാം കൂടെ ചെയ്ത് ഞാനിനി ഒരു ഉപ്പ് ഇടട്ടെ. കുഴയ്ക്കുന്നതിനും അത് ഉപ്പ് മറന്നുപോയി. കുറച്ച് ഉപ്പിടാവേ, മതി. അപ്പം നമുക്ക് ഓരോ നെല്ലിക്ക വലിപ്പത്തിൽ നോക്കട്ടെ. നെല്ലിക്ക വലിപ്പം മതി. അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ബോളാക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് പതുക്കാം. ഇത്രയും ഇങ്ങനെ ചെറിയ കട്ട്ലേറ്റ്
അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമേ നമുക്ക്. നമുക്ക് ഓരോ ഉരുളയായിട്ട് ഒരു മുട്ട പൊട്ടിക്കാതെ എന്നിട്ട് ഇത്തിരി കോൺഫ്ലെക്സ് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഈ മുട്ടയും കൂടെ ഇട്ട് കട്ട്ലേറ്റ് എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മുട്ടയും ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും ഇനി എടുത്ത് ഇതിനകത്തോട്ട് മുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മുക്കി കുറച്ച് റസ്കിൻ്റെ പൗഡറാണ് ഇതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇനി അടുത്തതെടുത്ത് ഇങ്ങനെ മുക്കി ഓരോന്നും ചെയ്യുക. നല്ല ക്രിപ്സി ആയിട്ട് അപ്പോൾ ഞാനിതെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. റസ്ക് പൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അടുപ്പ് കത്തിക്കാൻ പോവാണ്. ഇത് ചിലപ്പം കത്തും. ലൈറ്റർ ശരിയല്ല, അപ്പോൾ ഇത് കത്തിക്കാം. അപ്പോൾ അതൊന്ന് കത്തിച്ചു. നമുക്കിനി എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കും. അപ്പം നമുക്ക് ഇടാവേ. പെട്ടെന്ന് ചൂടാകുവേ. ഒരു മിനിറ്റ് ഒന്ന് താഴത്തെ സിമ്മിലാണ്. നമുക്ക് തിരിച്ചിട്ട് നോക്കാവേ. ഏകദേശമായി. അടുത്തത് ഇടാമേ. അടുത്ത കട്ട്ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. അപ്പം എൻ്റെ കട്ട്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഇത് പിടിക്കാത്തതിൻ്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കട്ട്ലേറ്റ് കണ്ട അകവും പുറവും എല്ലാം നന്നായിട്ടുണ്ട്. ഇത് പൊട്ടറ്റോയുടെ കട്ട്ലേറ്റാണ്. ഇനി അടുത്തത് ഇതിനകത്ത് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കട്ട്ലേറ്റ് ഇത് ഒരു പൊട്ടറ്റോയുടെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ നോർത്ത് ഇന്ത്യൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.